Okay, children, good morning to all. Please take the page number 57. We are continuing the same grammar activity of your lesson number 6. Okay. Phonics junction. Yesterday we just started with the phonics junction and we have completed the speaking junction, vocabulary junction yesterday, and the assignments given to you is completed successfully. You have done the works wonderfully, and I do congratulate all of you. Okay, because all of you are good children. Okay, you are a good child. Okay, so read this line from the poem. Back away from desert lands, feet and feet across. Feet and feet across. In the word desert, the letter R is silent. This means that we do not pronounce it when we pronounce the word. Here, in this phonics junction, we are going to see some words where some letters are silent, especially the letter R. Do you understand? സാർ പറഞ്ഞത് മനസ്സിലായോ? എന്താ മനസ്സിലായേ? നിവേദിക്ക് എന്താ മനസ്സിലായ? നിവേദി പറയൂ. നിവേദ്യ പറയൂ. നിവേദ്യ പറയൂ. നിവേദ്യയുടെ മൈക്ക് ഓൺ ആക്കൂ. What did you understand? ആൻസർ പറയുമ്പോൾ കേട്ടില്ല. ഓക്കെ, സാർ പറഞ്ഞത് മനസ്സിലായത് ആരാ? യെസ്, ദേവനന്ദ് പറയും പോലെ. മോന് മനസ്സിലായി? മോൻ മെടുക്കണ പറഞ്ഞോ. സൈലന്റ് ആണ്. അവിടെ എഴുതുമ്പോ ഉണ്ടാവും, പക്ഷെ അവിടെ നമ്മൾ വായിക്കുമ്പോ ഉച്ചരിക്കില്ല. വെരി ഗുഡ്, മിടുക്കനാണല്ലോ. ആള് കൊള്ളാലോ ദേവനന്ദ്. കൺഗ്രാറ്റുലേഷൻസ്. Alina Naushad, what did you understand? Alina, what did you understand? What we are going to study today in the phonics junction of your textbook in the page number 57. Okay, desert ഇല്ല, desert. അപ്പം നമ്മൾ ഇനി അതേപോലെ കുറെ വാക്കുകൾ പറയാൻ പോവുകയാണ്. ഹോൺ, ടേൺ, ഇതിലൊന്നും ആർ എന്താണ്? ഹോൺ. ഹോൺ പ്ലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോൺ, HOR, ഹോൺ. പക്ഷെ നമ്മൾ ആർ സൈലന്റ് ആണ്. ടേൺ, ടേൺ അറൗണ്ട്, ടേൺ അറൗണ്ട്, TURN, ടേൺ. പക്ഷെ എന്തില്ല? TUN പറയുള്ളൂ, ടേൺ എന്നാ പറയാ. ആർ സൈലന്റ് ആണ്. അങ്ങനെയുള്ള വേർഡ്സ് ആണ് ഇപ്പൊ വായിക്കാൻ പോകുന്നത്. ഇതെല്ലാവരും ഫോണറ്റിക്സ് ഉച്ചരിച്ച് പ്രൊനൗൺസിയേഷൻ പഠിക്കേണ്ടതാണ്. ഇനി സാർ പറയുന്ന ആളുകൾ വായിക്കണം. നൗഷിയ PS, പ്ലീസ് അൺമ്യൂട്ട് യുവർ മൈക്രോഫോൺ. നൗഷിയ പ്ലീസ് റീഡ്. സൈലന്റ് ബി. അതുപോലെ ആർ സൈലന്റ് ആയതുപോലെ ബി സൈലന്റ് ആയതാണ് ഇപ്പൊ നൗഷിയ വായിക്കുന്നത്. ഓക്കെ, നൗഷിയ പ്ലീസ് റീഡ് the words. Naushia will read some of the words in which B is silent. Range illalla mole. Okay, please read. Plumber. Doubt. No. Doubt. Depth alla, doubt. Numb. What is the meaning of numb? Number അല്ല, നം, NUMB. അവിടെ ബി ഇല്ല, നം. B is silent. Numb. NUMB. What is the meaning of numb?
ആർക്ക് പറയാം? ഇത് പറയുന്ന നം എന്നുള്ള വേർഡിന്റെ മീനിങ് പറയാൻ പറ്റുന്ന അറിയുന്നവര് പ്ലീസ് റേസ് യുവർ ഹാൻഡ്. സ്പെഷ്യൽ ഗിഫ്റ്റ് തരും, സമ്മാനം തരും. നിങ്ങളുടെ ഫാദറിനോടും മദറിനോടും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നിങ്ങളുടെ വീട്ടിലെത്തിക്കും. ആർക്ക് പറയാം? ഡിക്ഷണറിയൊക്കെ അപ്പത്തേക്കും തപ്പിയെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സീന നൗഷാദ്, what is the meaning of num? മോളെ അനങ്ങാതെ തിരിച്ചു പോയതോ? Okay, num means where there is no movement. മരവിച്ചു പോയി എന്നൊക്കെ പറയുന്നതാണ്. മരവിപ്പ് എന്നാണ് നം. ഓക്കെ, നം ബോഡി പാർട്സ് നമുക്ക് മരിച്ചു പോയെന്ന് പറയില്ല, മരവിച്ചു പോയ ബോഡി പാർട്സ്, അനങ്ങാത്ത, അതാണ് നം. അപ്പൊ ഇവിടെ നമ്മളിപ്പോ വായിച്ചത് ഏതാണ്? There are some words in which the letter B is silent. എഴുതുമ്പോൾ ബി ഉണ്ട്, പക്ഷെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ, ഉച്ചരിക്കുമ്പോൾ ബി സൈലന്റ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള വേർഡ്സ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അതിന്റെ ഉച്ചാരണം സാർ ഒന്നിച്ച് ഉറക്കെ വായിക്കും, നിങ്ങൾ സാറിന്റെ കൂടെ വായിക്കണം. ഓക്കെ, നൗ വി ആർ സ്റ്റഡിങ് ദ ഫോണറ്റിക്സ് വേർ സം. ഇത് പഠിച്ചാലല്ലേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുള്ളൂ. ഈ ഫോണറ്റിക്സ് അറിയാത്തവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ സാർ പറയുന്നത് കേൾക്കാമോ? യെസ്, ദേവനന്ദന് കേൾക്കാം, നൗഷിയക്ക് കേൾക്കാം, റിഭ മറിയം, മുഹമ്മദ് നാഥ്. ഓക്കെ, ആം ഐ ഓഡിബിൾ ടു യു എന്നാണ് സാറ് ചോദിച്ചത്. ആം ഐ ഓഡിബിൾ ടു യു? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമോ? യെസ്, താങ്ക് യു, താങ്ക് യു. Okay, so let us continue. I will read some letters. ഞാൻ കുറച്ച് വാക്കുകൾ വായിക്കും, some words. അതിൽ ബി ലെറ്റർ ഉണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്സിൽ പേജ് നമ്പർ 57 ഫസ്റ്റ് പോർഷൻ ഫസ്റ്റ് ബോക്സ് വായിക്കുന്നത് സൈലന്റ് ബി. ബി സൈലന്റ് ആണ്. പ്ലംബർ, പ്ലംബർ ബി അത്ര ഉച്ചത്തിൽ പറയില്ല, പ്ലംബർ. ഡൗട്ട്, DOUBT, ഡൗട്ട്, സംശയം, ഡൗട്ട്. അവിടെ ബി സൈലന്റ് ആണ്. ഫോണറ്റിക്സിൽ ബി അക്ഷരം ഉച്ചരിക്കില്ല. ഡൗട്ട്. നം, മരവിച്ചു പോയ, നം. മൈ ഹാൻഡ് ഈസ് നം എന്ന് പറഞ്ഞാൽ എന്റെ കൈ മരവിച്ചു പോയി, അനക്കമില്ല, ശരീരം അനങ്ങുന്നില്ല, അവിടെ ചലനശേഷി നഷ്ടപ്പെട്ടു. നം. ഓക്കെ, when the next box where the letter P is there written but P is silent. P is silent. Krishnadev വായിക്കും. Silent. Cupboard. Cupboard. Cupboard എന്ന് പറയുന്നത് രണ്ട് വാക്കാണ്. ഒന്നിച്ച് വായിക്കുമ്പോൾ cupboard. 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 Raspberry. Raspberry. Yes. Raspberry. Receipt. Receipt. Receipt Receipt. എന്ന് പറയില്ല, receipt. രസീത് എന്നാണ് നമ്മൾ മലയാളത്തിൽ എന്താ പറയുന്നത്? രസീത്. Receipt. Okay. Sorry. Yes. Cupboard. എല്ലാരും ഒന്നിച്ച് പറയണം കേട്ടോ. Cupboard. അവിടെ കപ്പും ബോർഡും ഒരുമിച്ച് ഒറ്റ വാക്കാം. അപ്പൊ കപ്പ് ബോർഡ് എന്ന് പറയില്ല, കപ്ബോർഡ്. കബോർഡ്, അതാണ് നമ്മൾ കബോർഡ് എന്ന് പറയുന്നത്. കബോർഡ്. എന്താ കബോർഡ്? നിങ്ങളുടെ വീട്ടിൽ കബോർഡ് ഉണ്ടോ? കബോർഡ് ഉണ്ടോ? റാസ്ബെറി. റാസ്ബെറി. റാസ്ബെറി കഴിച്ചിട്ടുള്ളവരൊന്ന്. റാസ്ബെറി എന്താണ്? റാസ്ബെറി.
Raspberry. Raspberry. Screen share is the raspberry. Raspberry. And then a raspberry. What is raspberry? One minute. I'll show you what is raspberry. Yes. Raspberry. Okay, please wait. RAS PBERRY. Raspberry. That's the raspberry. Can you see? Can you see the screen? Raspberry. ഇതാമേ സാധനം ഒരു ചുവന്ന പോലത്തെ സാധനമാണ്. റാസ്ബെറി. ഇതിനകത്ത് നിങ്ങളെ വീട്ടിലുണ്ടോ റാസ്ബെറി ഉണ്ടോ? നിങ്ങളെന്താ പറയുന്നത്? മൾബറി. What is this? Yes. Okay. Yes, sir. എന്റെ വീട്ടിലുണ്ട് സാർ. എല്ലാവരുടെ വീട്ടിലുണ്ട്. ഇപ്പൊ എല്ലാവരുടെ വീട്ടിലുണ്ടോ? ഓക്കെ എല്ലാവരുടെ വീട്ടിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഹിയർ ഇനി നമ്മൾ ഇത് പഠിക്കുന്നത് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ആണ് ഇപ്പൊ പഠിക്കുന്നത്. സൈലന്റ് ആണ്. പി കബോർഡ് raspberry receipt. Next box silent D letter ഉണ്ട്. D പക്ഷേ ഫോണിക്സ് ജംഗ്ഷനിൽ D ഫോണറ്റിക്സ് ഉച്ചരിക്കില്ല. അത് വായിക്കേണ്ടത് നിമ്ര ഫാത്തിമ വായിച്ചോളൂ. നിമ്ര ഫാത്തിമ വായിക്കും. ഓക്കെ. Yes. Continue. Wednesday. Next. Okay. All of you please read along with me. Please read the words where D is written but it is silent in the pronunciation. നമ്മൾ ഉച്ചരിക്കുമ്പോൾ D സംസാരിക്കില്ല, പറയില്ല. D it is written there. Okay. So handkerchief, Wednesday, sandwich, sandwich, sandwich alla sandwich, Wednesday, handkerchief, handkerchief alla handkerchief, right? Okay. Next, where some words where R is silent. In some words R is silent. ഇനി നമ്മൾ R silent ആയിട്ടുള്ള words ആണ് വായിക്കാൻ പോകുന്നത്. Okay, who can read? Mohammed Farhan. Okay, Mohammed Farhan വായിച്ചോളൂ. First Yes. word painter. Yes. Painter. ഇവിടെ എന്താണ് പെയിന്റർ എന്നുള്ളത്? മലയാളത്തിൽ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്? പെയിന്റർ എന്ന് പറയും. ആ എന്ന് പറയാതിരുന്നത് പെയിന്റർ. അപ്പോ ഈ എന്നുള്ള വേർഡ് സൈലന്റ് ആയതുകൊണ്ടാണ് പെയിന്റർ എന്ന് വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ പറയുമ്പോൾ പെയിന്റർ എന്ന് അവസാനത്തെ ലാസ്റ്റ് വേർഡ്സ് ലാസ്റ്റ് ലെറ്ററിന് പോസ് കൊടുക്കും. അപ്പൊ അവിടെ പോസ് കൊടുക്കുമ്പോൾ പെയിന്റർ. ഫസ്റ്റ് വേർഡ് പെയിന്റർ. Right? So phonics junction, today you studied how to pronounce some words where some letters are silent. ചില വാക്കുകളിൽ ചില ലെറ്ററുകൾ സൈലന്റ് ആയത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുമെന്നാണ് നമ്മളിപ്പോ ഇന്ന് പഠിച്ചത്. Right? Listen to these words, then circle the silent letters in them. Page number 58. Please take the page number 58. Turn the page. So, climb, lizard,
handsome, farm, raspberry, thumb. Thumb, raspberry, farm, handsome, lizard, crime. ഈ വേർഡ്സ് നോട്ട്ബുക്കിലേക്ക് ഈ വേർഡ്സ് ഇപ്പൊ എഴുതിയെടുക്കണം. എന്നിട്ട് അതിന്റെ മീനിങ് എഴുതണം. മീനിങ് നിങ്ങൾ 5 times എഴുതി പഠിക്കണം. ചില ആൾക്കാർക്ക് മീനിങ് അറിയില്ലാത്ത ആളുകളുണ്ട്. ഓക്കെ, ചില ആൾക്കാർക്ക് മീനിങ് അറിയില്ല. പേജ് നമ്പർ 58. ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ, ഇത് നിങ്ങൾ എഴുതിയെടുത്തിട്ട് മീനിങ് എഴുതിയെടുക്കണം. Okay. Question number 2. Now read these sentences aloud and underline the silent letters. First, Alfia. അയച്ചോളൂ. The teacher. മനസ്സിലാവുന്നില്ല, പറയുന്നത് മനസ്സിലാവാത്തവർക്ക് നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആയിരിക്കും മോനെ. സാർ പറയുന്നത് കേൾക്കാൻ പറ്റുന്നവരൊന്ന് തംസ് അപ്പ് കാണിക്കോ? സാർ പറയുന്നത് കേൾക്കാൻ പറ്റുന്നവർ തംസ് അപ്പ് കാണിക്കും. ഓക്കെ, അൻഷൽ രാജിന് പറ്റുന്നുണ്ട്. പിന്നെ ആരാണ് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത്? കേൾക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ മൈക്ക് മ്യൂട്ട് ചെയ്യൂ. അഞ്ചൽ മൈക്ക് മ്യൂട്ട് ചെയ്യൂ. യെസ്, വൈകിട്ട് കേട്ടില്ല, എഴുതിയിട്ട് ഗ്രൂപ്പിലിടണം. ഈ നല്ല മഴ കേട്ടില്ല. മഴ കാരണം കേൾക്കാത്താണോ? ഇതിന്റെ സാർ നല്ല മഴയാണ് അല്ലേ? സാർ വായിക്കട്ടെ. സാർ നല്ല മഴയായിട്ട് കേൾക്കുന്നില്ല. അദ്വൈതിന്റെ അവിടെ നല്ല മഴയുണ്ട്, അതുകൊണ്ട് കേൾക്കുന്നില്ല. നിങ്ങൾക്ക് റേഞ്ച് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോ തരും. അപ്പൊ ആ വീഡിയോ കേട്ടിട്ട് പഠിക്കാം. ഓക്കെ, നിങ്ങളുടെ റെക്കോർഡഡ് വീഡിയോ കിട്ടുമ്പോൾ പേരന്റ് കൂടെ ഇരുന്നിട്ട് നിങ്ങൾ വീണ്ടും ഇത് കേട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, നമ്പർ 2. Question number 2. Alfia, please read question number A. The teacher said she would clear my doubts after class. Okay, here ഏതാണ് സൈലന്റ് ലെറ്റേഴ്സ് ഉള്ള വേർഡ്? ഡൗട്ട്സ്. അവിടെ ബി സൈലന്റ് ആണ്, അത് സർക്കിൾ ചെയ്യണം. Read the sentences aloud and underline ചെയ്താൽ മതി. അങ്ങനെ കണ്ട് സൈലന്റ് ലെറ്റർ ഉള്ള വേർഡ്സ് കണ്ടുപിടിക്കാനുള്ള ഗെയിമാണിത്. സൈലന്റ് ലെറ്റർ ഉള്ള വേർഡ്സ് കണ്ടുപിടിച്ച് അണ്ടർലൈൻ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണിത്. ഓക്കെ, നമ്പർ ബി. ഭവ്യ, പ്ലീസ് റീഡ്. ഭവ്യ, നമ്പർ ബി. I go yes swimming every Wednesday. Which is the word in this sentence having a letter in silent ആയിട്ടുള്ള ഒരു ലെറ്റർ ഉള്ള ഒരു വേർഡ് പറയൂ ഇതിന്റെ അകത്ത്. ഈ സെന്റൻസ് Wednesday. Very good. Next, read Tejaswaroop C. Question number C. Tejaswaroop, please read question number C. Yes, sir. Did the plumber give you a receipt? Okay. പ്ലംബർ എന്നുള്ളത് നമ്മളിവിടെ സാധാരണ നമ്മൾ വായിക്കുന്നത് ബി സൈലന്റ് ആയിട്ടാണ് പ്ലംബർ. അപ്പം ബി വലിയ സൗണ്ട് കൊടുക്കില്ല, അതുകൊണ്ടാണ് ബ എന്നുള്ള ചെറിയ സൗണ്ടേ വരുള്ളൂ. പ്ലംബർ എന്നുള്ളത് ബി സൈലന്റ് ആയിട്ടുള്ള വേർഡാണ്. റെസീറ്റ് എന്നുള്ളത് പി സൈലന്റ് ആയിട്ടുള്ള വേർഡാണ്. ഇത് രണ്ടും അണ്ടർലൈൻ ചെയ്യണം. നമ്പർ ഡി. ക്വസ്റ്റ്യൻ നമ്പർ ഡി. Question number D, Devadarshan. Question number D, please read. Devadarshan, please read.
This restaurant has delicious sandwiches. Which is the word having any silent letter? This restaurant has delicious sandwiches. ഏത് വേർഡാണ് ഏത് വാക്കിലാണ് സൈലന്റ് ലെറ്റർ ഉള്ളത്? മോനെ മ്യൂട്ടായി പോയി. Sandwiches. സാൻഡ്വിച്ചസ്. സാൻഡ് എന്ന് പറയില്ല, സാൻഡ്വിച്ചസ്. സാൻഡ്വിച്ച്, SAN വിച്ച്, സാൻഡ്വിച്ച്. ഡി പ്രൊനൗൺസ് ചെയ്യില്ല, സാൻഡ്വിച്ച്. ഓക്കെ. നമ്പർ ഇ. നെക്സ്റ്റ് നിമ്ര ഫാത്തിമ, പ്ലീസ് റീഡ്. നമ്പർ ഇ. എന്താ മോനെ? ദേവനന്ദ് പറഞ്ഞോളൂ, സംശയം ചോദിച്ചു. This restaurant has delicious sandwiches. റെസ്റ്റോറന്റില് വരില്ല. റെസ്റ്റോറന്റില് എല്ലാ വവ്വൽ സൗണ്ട് ആണ്. വവ്വൽ സൗണ്ട് അവിടെ വരുന്നുണ്ട്. റെസ്റ്റോറന്റ് ഏത് സൗണ്ടാ വരാത്ത? റെസ്റ്റോറന്റ് വവ്വൽ സൗണ്ടുകളെല്ലാം വരുന്നുണ്ട്. AEO എല്ലാം AE എല്ലാം അവിടെ വരുന്നുണ്ട്. സാൻഡ്വിച്ചസിൽ ഡി വരുന്നില്ല. സാൻഡ്വിച്ച് മാത്രമേ വരുള്ളൂ. സാൻഡ്വിച്ച്. Okay, sir. ഓക്കെ. മോന്റെ സംശയം നല്ല സംശയമാണ്. പക്ഷെ റെസ്റ്റോറന്റില് എല്ലാ ലെറ്റേഴ്സിന്റെയും വവ്വൽ സൗണ്ടിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് നിമ്ര ഫാത്തിമ, പ്ലീസ് റീഡ്. We visited Humayun's Tom when we went to Delhi. Okay, here Tom എന്നുള്ളതാണ്. ടോംബ് അല്ല, ടോം. എന്താണ്? ശവകുടീരം, ടോം. Next F. Next alphabet, question number F. Who can read? Ahmad Faisal. Ahmad Faisal or Rida Mariam? ആദ്യം വായിക്കുന്നവർക്ക് വായിക്കാം. അഹമ്മദ് ഫൈസൽ, റിദ മറിയം. Okay, read. Medina was as small as a thumb. Tamlina was as small as a thumb. Okay, here the thumb, where is the thumb? Where is the where is silent? Okay, question number G. Ahmad Wise. Okay, Rida Mariam. Question number G. The waiter cleaned the crumbs of the table. Crumbs. B is the silent letter. The waiter cleaned. Waiter cleaned the crumbs of the table. Here the word crumbs. B, where the B letter is silent. Okay. So grammar junction, do the activity. Read these lines from the poem. Down a gloomy gully where he loathed to be alone, up a mighty mountain range 7 inches high. Up, down, around. All of you please write down in your notebook. പേജ് നമ്പർ 58 ലാസ്റ്റ് സെന്റൻസിൽ കൊടുത്തിരിക്കുന്ന വേർഡ്സ് എല്ലാവരും എഴുതിയെടുക്കണം. നോട്ട്ബുക്കിൽ എഴുതണം. വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ എക്സസൈസ് ആക്ടിവിറ്റീസ് ആണ്. നിങ്ങൾക്ക് സമയം ഇനി ബാക്കിയുണ്ടോ നോക്കട്ടെ. യെസ്, പറയൂ ഭവ്യ, പറഞ്ഞോളൂ. നോട്ടിലേക്ക് എഴുതിയെടുത്തിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് അത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. ഈ ആക്ടിവിറ്റീസ് എക്സസൈസ് സെപ്പറേറ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതി പഠിച്ചിട്ട് അത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. ഇന്ന് വൈകുന്നേരം 5 മണിക്ക്. ഓക്കെ ഓക്കെ, ഗുഡ്. ദേവനന്ദൊക്കെ എപ്പോഴും അത് പോസ്റ്റ് ചെയ്യാറുണ്ട്. ദേവനന്ദ് ഈസ് എ ഗുഡ് ബോയ്. കുറെ പേര് നന്നായി, അലീന, നൗഷാദ് ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ ഓൾ ഓഫ് യു ആർ സ്മാർട്ട് ചിൽഡ്രൻ. യു ഹാവ് ടു ഡു ദിസ് ആക്ടിവിറ്റി ഇൻ യുവർ നോട്ട്ബുക്ക്. Write this activity in the notebook and post to the WhatsApp group, online class WhatsApp group. Okay. Along
All of you please write down these prepositions that show movement. We are going to study some prepositions and which will show you the movement and which will be used for explaining particular movement. ഒരു പ്രത്യേക മൂവ്മെന്റിനോ ആക്ഷനോ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പേജിൽ 58 കൊടുത്തിരിക്കുന്നത്. ഈ പേജിൽ 58 വേർഡ്സ് എഴുതുന്ന നോട്ട്ബുക്കിൽ പ്ലീസ് റൈറ്റ് ഡൗൺ നൗ. Along, around, right? Page Suru, all of you take your notebook and write down in your notebook these prepositions. Along, around, over, through, and across. Please write. Along, around, over, through, and across. Now we are going to see the usages of these prepositions. Yes, very good, Alina Naushad. Congratulations. Okay, well done. Okay, well done, Devanand, Alina Naushad, Bhavya. Did you complete? Okay, Mohammed Nasir. Those who have completed writing, okay, very good. Nivedya, well done. Wow, very good. Okay, Mohammed Farhan, congratulations to all of you. Devdarshan, Dhyan Dev, Anha, Ajmer. Yes, Anchal Raj, congratulations, Anchal Raj. Awesome, wonderful. Now she appears, wonderful. Okay, now we are going to wind up this session very soon. Immediately, we have left a very few minutes. Please listen. Along, please take the page number 59. Please take the page number 59. കൂടെയുള്ള പേരൻസും കുട്ടികളും നന്നായി ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന വേർഡ്സിന്റെ മീനിങ് പ്രയോഗത്തിൽ വരുത്തി പഠിക്കേണ്ടതാണ്. ഇത് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻസിന്റെ യൂസേജ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇത് മിസ്സായാൽ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ ഭയങ്കര പാടാണ്. ഇത് മനസ്സിലാക്കിയാൽ യൂസേജ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിക്കാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ പേരന്റ് വടി എടുത്തിട്ട് മുട്ടിന് താഴെ നല്ല അടി കൊടുക്കണം. ഇതിപ്പോ പഠിക്കാതെ പിന്നീട് വെറുതെ മാർക്ക് കിട്ടാൻ വേണ്ടി വെറുതെ എന്തെങ്കിലും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷെ ദേവദർശനെ അടിക്കണ്ട, നൗഷ്യനെ അടിക്കണ്ട, ദേവനന്ദിനെ ഒന്നും അടിക്കണ്ട, അലീനെ ഒന്നും അടിക്കണ്ട. കാരണം അവരൊക്കെ നല്ല കുട്ടികളാണ്, അവരൊക്കെ നന്നായി പഠിക്കും. അഞ്ചൽ രാജും മിടുക്കനാണ്, അഞ്ചൽ രാജും നന്നായി പഠിക്കും. ഓക്കെ, സോ look at the picture on the page number in the page 59. First picture എന്താണ്? Along, ഒരു കുട്ടി ഒറ്റയ്ക്ക് നടക്കുകയാണ്. അപ്പോ Shriya walked along the street. Along means when you are doing the homework alone. നിങ്ങൾ സ്വന്തം ചെയ്യുകയാണ്. Doing the homework, you alone have done the homework. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനാണ് along എന്ന് പറയാം. Riya walked along the street. ഒറ്റയ്ക്ക് നടന്നു. Here the word along explains the movement from one end to end of the street to the other end. Along, ഒറ്റയ്ക്ക് മുഴുവനും പൂർത്തിയാക്കുന്നതാണ്. From one side to other side. മൊത്തം ഒറ്റയ്ക്ക് ഒരാൾ പൂർത്തിയാക്കുന്നതിനാണ് along എന്ന് പറയുന്നത്. The distance covered from one end or the length of the portion. അതുകൊണ്ടാണ് along എന്ന് പറയുന്നത്. Walked along. Okay. Next, a picture around the tree. Around. Okay. ഇനി സാർ ആദ്യം പറഞ്ഞത് alone ആണ്. alone ആണെങ്കിലാണ് ഒറ്റയ്ക്ക് ഹോംവർക്ക് ചെയ്യണേ. along എന്ന് പറയുന്നത് from one end to another end. ഒറ്റയ്ക്ക് alone എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ചെയ്യുന്നതിന് along എന്ന് ഉദ്ദേശിക്കുന്നത് the word alone explains the movement. ഇവിടെ നമ്മൾ മൂവ്മെന്റിന്റെയാണ് പ്രിപ്പോസിഷൻസ് പഠിക്കുന്നത്. അവിടെ മൂവ്മെന്റ്
ഒറ്റയ്ക്ക് പോകുന്നതിനാണ് along, went along അല്ലെങ്കിൽ walked along എന്നൊക്കെ പറയുന്നത്. Okay, around means walked around the town എന്ന് പറഞ്ഞാൽ ടൗൺ മൊത്തം ചുറ്റി സഞ്ചരിച്ചു. Walked around the home എന്ന് പറഞ്ഞാലോ നിങ്ങൾ വീടിന്റെ ചുറ്റിനും നടന്നു. Walked around. Over the bridge. Okay, over the bridge means പാലത്തിന് മുകളിൽ കുറുകെ നടന്നു അല്ലെങ്കിൽ മുകളിൽ കൂടെ പോയി. Walked over the bridge. Walked over the bridge. You can understand from the picture what does it mean by the word over. Over എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നുള്ളതാണ് ഈ പിക്ചറിൽ നമ്മൾ പ്രിപ്പോസിഷൻസിൽ എങ്ങനെയാണ് യൂസേജ് എന്നാണ് പഠിക്കുന്നത്. പ്രിപ്പോസിഷൻസ് എന്തൊക്കെയാണ്? എന്തെങ്കിലും ആക്ഷന്റെ പൊസിഷൻ കാണിക്കുന്നതാണ് പ്രിപ്പോസിഷൻസ്. എന്തൊക്കെയാണ് പ്രിപ്പോസിഷൻസ്? ഡൗൺ, അപ്പ് എന്ന് നമ്മൾ ഈ പോർഷൻസ് ഈ പോയിന്റിൽ പഠിച്ചു. അതിൽ വേറെ കുറെ പ്രിപ്പോസിഷൻസ് ആണ്. along, around, over, through and across. അപ്പൊ along, Riya walked along the street. സ്ട്രീറ്റിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പോയി, വാക്ക് ചെയ്തു, നടന്നു പോയി. റൗണ്ട്, ഒരു ട്രീയുടെ ചുറ്റിനും നടന്നതാണ് walked around the tree. ഇനി പാലം കടന്നു പോയതിനാണ് Riya walked over the bridge. പാലം കയറി നടന്നു പോയതിനാണ് over the bridge. Over explains the movement on the path that is at a level higher than the ground. Over, ഗ്രൗണ്ട് ലെവലിന്റെ മുകളിൽ പാലം കയറി മുകളിൽ പോകുന്നതിനാണ് over the bridge എന്ന് പറയുന്നത്. ഇനി through the jungle. Through എന്നുള്ള വേർഡ് എന്താണ്? കാട്ടിന് നടുവിലൂടെ എന്ന് വെച്ചാൽ walking down the middle of the jungle. ഇനി എന്തിന്റെങ്കിലും നടുവിലൂടെ middle of the crowd, ജനക്കൂട്ടത്തിന്റെ നടുവിലൂടെയാണെങ്കിലോ Riya walked through the crowd എന്ന് വെച്ചാൽ ജനക്കൂട്ടത്തിന്റെ നടുവിലൂടെ. ഇവിടെ through the jungle, that means കാടിന് നടുവിലൂടെ Riya നടന്നു. From the picture you can understand this. What does it mean? The word preposition through. അപ്പൊ Riya walked through the jungle. Riya walked across the road. റോഡ് കുറുകെ മുറിച്ചു കിടക്കുന്നതിനാണ് walked across the road എന്ന് പറയും. Across means crossing. Cross ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? Cross ചെയ്യാന്ന് പറഞ്ഞാൽ ക്രോസ് എന്ന് പറയുന്നത് എന്താണ്? ക്രോസ് സിമ്പിൾ എന്താണ്? ക്രോസ്. അപ്പോ അക്രോസ് പറഞ്ഞാൽ റോഡ് മുറിച്ച് കിടക്കുക. ഓക്കെ, പ്ലീസ് ടേക്ക് ദ പേജ് നമ്പർ. നമുക്കിനി സമയം 4 മിനിറ്റ് മാത്രമേ ഉള്ളൂ. സോ പ്ലീസ് ടേക്ക് ദ പേജ് നമ്പർ 60. Turn the page to 60. Match the picture in the column A to sentence in the column B. അപ്പൊ നിങ്ങൾക്ക് ഇനി ഈ ആക്ടിവിറ്റീസ് പേജ് നമ്പർ 59 നന്നായി വായിച്ച് മനസ്സിലാക്കി പിക്ചർ നോക്കി ഐഡന്റിഫൈ ചെയ്താൽ മാച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ മാച്ച് ചെയ്യാം. The children are dancing around the tree. Around the tree, Arun is hiking through the forest. Hiking through the forest. The girl is walking across the street. കണ്ടോ? ഒരു with her dog, ഒരു ഡോഗിനെ കൂട്ടിട്ട് ബി സൈഡിലുള്ള സെക്കൻഡ് ബോക്സ് ആണ് മാച്ച് ആവുന്നത്. The girl is walking across the street with her dog. The girl is walking. Okay. ഇനി നമ്മളെ ശ്രീധർ is riding a bicycle. ഒരു ബോയ് ബൈസിക്കിൾ റൈഡിങ്. He is riding his bicycle. അപ്പൊ എന്താണ്? Along the bank of the river. Bank of the river. ബാങ്ക് എന്ന് പറയുന്ന വാക്കിന് എന്തർത്ഥമുണ്ട്? പുഴയുടെ തീരം എന്നർത്ഥമുണ്ട്. പുഴയുടെ തീരം. Okay, so here you can understand from these activities usage of the prepositions. Preposition usages പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇതിനെ പേരൻസ് നന്നായി ശ്രദ്ധിച്ചു പഠിച്ചാൽ ഈ കുട്ടിക്ക് ഇന്ന്, ഓൺ, അപ്പ്, ഡൗൺ, എറൗണ്ട്, അക്രോസ്, ഓവർ, ത്രൂ എന്നുള്ള വേർഡ്സിന്റെ യൂസേജ് ബേസിക് ബാലപാഠം ഫൗണ്ടേഷൻ കിട്ടും. So wish you all the best. Now we are going to wind up this topic today. Okay, supporting sentences ആണ് നമ്മൾ അടുത്ത പേജിലൊക്കെ ഉള്ളത്. ഇതിന്റെ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യണം. Through, along, across എന്നുള്ള വേർഡ്. The Ganga flows. Along Bengal ആണോ? Across the Bengal ആണോ? Through Bengal ആണോ? ഗംഗ നദി ബംഗാളിന് കുറുകെയാണോ അല്ലെങ്കിൽ ബംഗാളിലൂടെയാണോ കടന്നു പോകുന്നത് എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ ഉത്തരം എഴുതിയിട്ട് ഇന്ന് വൈകുന്നേരം ശരി ഉത്തരമാണെങ്കിൽ സാർ സമ്മാനം തരും. If you have
send me the correct answers, you will give a special gift. Receive a special, I will give you a gift. So you will be given gift if you do these activities and send to me today by 5 p.m. Okay. Current gem. ഒന്നുകൂടെ ചോദിച്ചേ മോളെ നിവേദ്യ, ask once again. വർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഓൺലൈൻ ക്ലാസിന്റെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. ഇന്ന് 5 മണിക്ക് ഗ്രൂപ്പ് ഓപ്പൺ ആക്കും, ഗ്രൂപ്പ് അഡ്മിനുള്ളിൽ മാറ്റും, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പോസ്റ്റ് ചെയ്യാം. ഓക്കെ. So now we are going to wind up this session. Okay, so study well. Adil page number 61 the poet of the Ant Explorer loves to travel. He wants to go to all the places he has ever heard of. Did you know that he also loves to travel by train? Read the paragraph he has written about his experiences. Okay. ഒരു പാരഗ്രാഫ് എങ്ങനെ ഉണ്ടാക്കുന്നത്, പല സെന്റൻസുകൾ കൂട്ടി ഉണ്ടാക്കുന്ന ഒരു പാരഗ്രാഫ്, ഒരു പ്രത്യേക ടോപ്പിക്കിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന, ആ സബ്ജക്റ്റിനെ ടോപ്പിക്കിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന 2 or 3 സെന്റൻസിനാണ്, അതിലധികമോ സെന്റൻസുകൾക്കാണ് വൺ പാരഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പം പാരഗ്രാഫില് ടോപ്പിക് സെന്റൻസ് ഉണ്ടാവും, അതുപോലെ സപ്പോർട്ടിംഗ് സെന്റൻസസ് ഉണ്ടാവും, ക്ലോസിംഗ് സെന്റൻസ് ഉണ്ടാവും. ഇത്രയും സാധനങ്ങളാണ് പാരഗ്രാഫിൽ ഉണ്ടാവുക. ഹൗ ടു റൈറ്റ് എ പാരഗ്രാഫ് എന്നുള്ളതാണ് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലാണ് അതിന്റെ activities ഉണ്ടാവുക. ഇതും നിങ്ങൾക്ക് വായിച്ചു പഠിക്കാം. Now we are going to wind up this session. Okay, so all the best. So today study well. Okay. Bye. Okay, take care. Bye.